നമസ്കാരം. പുതിയ കേരള സർക്കാർ മെയ് 18 അധികാരത്തിൽ വന്നത്. ജൂൺ 18, ജൂലൈ 18, 2 മാസവും 12 ദിവസവും ആകുമ്പോൾ സർക്കാർ വന്നതിന് ശേഷം ജോലിയിൽ പ്രവേശിച്ച പല പ്രമുഖരും രാജിവെച്ചതായി നമ്മൾ കണ്ടു. പുതിയതായി അവരുടെ ഇഷ്ടത്തിന് വയ്ക്കുന്ന അഡ്വക്കേറ്റ് ജനറൽമാർ അല്ലെങ്കിൽ മറ്റ് പല തരത്തിലുള്ള പല ഫീൽഡിലുമുള്ള സ്വന്തം ആൾക്കാരെ തള്ളിക്കയറ്റി വെച്ചത് ശക്തമായ എതിർപ്പുകൾ വന്നപ്പോൾ രാജിവെപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ആരെ വേണമെങ്കിൽ വയ്ക്കാം, ആരെ വേണമെങ്കിൽ രാജിവെപ്പിക്കാം, അതൊക്കെ അവിടെ നടന്നോട്ടെ. ഈ പ്രാവശ്യം ജയിക്കാൻ വളരെയധികം ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ഒരു ലൈക്ക് കിട്ടിയ ഒരു ഉണർവ് കിട്ടിയ ഒരു പാട്ടായിരുന്നു ശബരിമലയെ ബന്ധപ്പെട്ട്. സ്വർണം കട്ടവ നാരപ്പ സഖാക്കളാണ് അയ്യപ്പ. അങ്ങനെ വളരെ ഇവരെല്ലാവരും കൂടി ചുവട് വെച്ച് ഡൽഹിയിൽ വരെ പോയി ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇവിടുത്തെ എം പിമാരും ചില MLA മാരും കോൺഗ്രസ് നേതാക്കളും ഒക്കെ. അങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വോട്ട് പിടിച്ച് കസേരയിൽ കയറിയിരുന്ന് 2 മാസവും 10 ദിവസവും കഴിയുമ്പോൾ ആ ശബരിമലയിൽ തന്നെ നടന്ന വലിയൊരു കൊള്ള, അതും ഭഗവാന്റെ ഏറ്റവും വലിയ വഴിപാടായ നെയ്യഭിഷേകത്തിന് ഉപയോഗിക്കുന്ന നെയ്യിൽ വലിയ തോതിലുള്ള കള്ളത്തരം ചെയ്തതിൻ്റെ കഥ പുറത്തു വരുന്നു. ഒന്ന് നോക്കിയേ. ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് നെയ്യ്. ആ നെയ്യിലാണ് കൈ വച്ചിരിക്കുന്നത്. ഇത് സ്വർണം കട്ട കള്ളനെക്കാട്ടിയും ഭയങ്കരമായിരിക്കും. കൈ പുഴുത്തു പോവും, ഒരു സംശയവും വേണ്ട. നെയ്യിലാണ് കളിച്ചിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഭരണത്തിൽ കയറിയത്? കക്കാൻ വേണ്ടി തന്നെയാണോ? കടം വാങ്ങാൻ വേണ്ടി തന്നെയാണോ? 2 മാസം കൊണ്ട് നിങ്ങൾ 10,400 കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു. പിണറായി വിജയനും പോലും എടുത്തിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. ഇപ്പോഴിതാ അങ്കണവാടിയിൽ പോയി കൈയിട്ട് മാന്തിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളാണ് ആശാവർക്കന്മാരുടെ സമരം അവിടെ നടക്കുമ്പോൾ അതിൽ കയറി നിന്ന് എന്ത് പ്രസംഗമാണ് നടത്തിയത് അന്നത്തെ പ്രതിപക്ഷ നേതാവ്? എന്നിട്ട് എന്താ അവർക്ക് കൊടുത്തത്? ഇപ്പോൾ അവർ മുണ്ടാണ്ടിരിക്കുക. കാരണം എന്തോ മണക്കാൻ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ പറഞ്ഞതോ അവർ ചോദിച്ചതോ ഇതുവരെ കൊടുത്തിട്ടില്ല. അതെല്ലാവർക്കും അറിയാം. ആ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഈ അങ്കണവാടിയും. ആ അങ്കണവാടിയിലാണ് നിങ്ങൾ ഇപ്പോൾ കൈയിട്ട് മാന്തിയിരിക്കുന്നത്. എന്താ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? അങ്കണവാടി എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തെയും താഴേക്കിടയിൽ ഉള്ള പാവങ്ങൾക്ക്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണിത്. അവിടെ നിന്നാണ് ഫണ്ട് കൈമാറി ഇവിടെ എത്തുന്നത്. ആ ഫണ്ടാണ് ഓരോ അങ്കണവാടിയിലും ഉപയോഗിക്കുന്നത്. 3000 മുതൽ 5000 രൂപയാണ് ഒരു ദിവസത്തെ ചിലവിന് അവിടെ ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയായ കണക്ക് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ അവിടെ നടന്ന കള്ളത്തരങ്ങളുടെ വീഡിയോ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുകയാണ്. എന്താ ചെയ്യുന്നത്? അവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായി കൊണ്ടുവരുന്ന ഈ ഭക്ഷണ കിറ്റുകൾ, അത് മുട്ടയാകാം, പാലാവാം, പയറാകാം, അങ്ങനെ പലതരം സാധനങ്ങളാണ്. ഇതെല്ലാം ഡേറ്റ് കഴിഞ്ഞ് നാശിച്ചതായിട്ടുള്ള പാക്കറ്റുകളാണ് അവിടെ വന്നിരിക്കുന്നത്. അതവിടെ കൊണ്ടുപോയി കൊടുത്തു. ചില അങ്കണവാടി ടീച്ചർമാരാണെങ്കിൽ ആശാവർക്കർമാർ, അവർക്ക് വായനാവില്ലെങ്കിൽ അവരത് പുറത്തു പറയില്ല. അത് കെട്ടതും മണത്തതുമായ സാധനം പൊട്ടിച്ച് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ കൊടുത്തിരിക്കാം. പക്ഷേ തൻ്റേടികളായ ആ അങ്കണവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ ആ വാർത്ത ചാനലുകളെ വിളിച്ച്
വീഡിയോ പിടിച്ച് സമൂഹത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഭരിക്കുമ്പോൾ 2 മാസവും 10 ദിവസമാകുമ്പോഴേക്കും രണ്ടാമത്തെ കള്ളത്തരമാണ് നിങ്ങളുടെ പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ കടമെടുത്ത 10,400 കോടി രൂപ എന്തിനാണ് നിങ്ങൾ കടമെടുത്തത്? ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി ഉണ്ടാക്കാൻ എന്തെങ്കിലും സംവിധാനം ആ കടമെടുത്തതിലുണ്ടോ? ട്രാൻസ്പോർട്ട് ബസ്സിൽ നിങ്ങൾ ദൂർത്തടിച്ച് വനിതകൾക്ക് കൊടുത്തോ? വനിതകൾക്ക് എന്തോ നിങ്ങളുടെ പ്രാധാന്യം എന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. നിങ്ങൾ വനിതകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എന്താണെന്ന് കൂടി നിങ്ങൾ സമൂഹത്തിനോട് പറഞ്ഞാൽ നന്നായി. ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ പുറത്താക്കിയ MLAയും ആ MLAയുടെ ഗുരു ഒക്കെ കാട്ടിക്കൂട്ടുന്ന ഇപ്പോഴത്തെ MLAയൊക്കെ കാട്ടിക്കൂട്ടുന്ന ചില കഥകൾ വെച്ച് നോക്കുമ്പോൾ വനിതകളുടെ പ്രാധാന്യം എന്താണെന്ന് കോമൺ പീപ്പിളിന് മനസ്സിലാകുന്നുണ്ട്. അതാണല്ലോ വനിതകൾക്ക് മാത്രം പ്രാധാന്യം, പുരുഷന്മാർ എന്തിൻ്റെയോ ആൾക്കാർ. അതെന്തോ ആയിക്കോ, നിങ്ങളുടെ ഓരോ പദ്ധതിയും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ വിജയിച്ച് കസേര കയറി ഇരുന്നിട്ടാണ് ഇപ്പോൾ ശബരിമലയിലെ കൊള്ള, ഇപ്പോൾ അങ്കണവാടിയിലെ കൊള്ള പുറത്തു വന്നിരിക്കുന്നു. ഉത്തരമുണ്ടോ നിങ്ങൾക്ക്? വ്യക്തമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരാണ് കുഴപ്പക്കാർ? ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ അവിടെ പോയി നിങ്ങളുടെ മുഖ്യമന്ത്രി കാവലിരുന്നു, ഇവിടുത്തെ MP മാരും കാവലിരുന്നു. ഒരു MP അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ തല്ലിച്ചതയ്ക്കുന്ന വീഡിയോ വരെ പുറത്തു വന്നു. ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ നടത്തിയത്? നിങ്ങളല്ല സമരം പ്രഖ്യാപിച്ചത്, നിങ്ങളല്ല സമരം ചെയ്തത്. എന്നിട്ട് നിങ്ങളവിടെ പോയിട്ട് ഒരു ഷോ നടത്തി. നിങ്ങൾ ഇവിടെ ഷോ നടത്തൂ, ഈ ശബരിമല വിഷയത്തിൽ ഷോ നടത്തൂ, ഈ അങ്കണവാടി വിഷയത്തിൽ ഷോ നടത്തൂ. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ സമരം ചെയ്തിരുന്ന PSC റാങ്ക് ഹോൾഡേഴ്സ് ഇപ്പോഴും സമരം തുടരുകയാണ്. അന്ന് ആ സമരവേദിയിൽ പ്രസംഗിച്ച ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. എന്താ പ്രസംഗിച്ചത്? ഞാൻ അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ പ്രശ്നമാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അത് തീർത്തിരിക്കും. എന്നിട്ട് എന്തേ 2 മാസവും 10 ദിവസം കഴിഞ്ഞിട്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ആ പാവങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ഇപ്പോഴും ഞങ്ങളെ പറ്റിച്ചു. പ്രതിപക്ഷ നേതാവ് അന്ന് പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയായി. ഈ ഭാഗത്തേക്ക് നോക്കുന്നില്ല. ഞങ്ങളെ പറ്റിച്ചു. അതും രസമുണ്ട്. LP സ്കൂൾ PSC ഹോൾഡേഴ്സാണ്, റാങ്ക് ഹോൾഡേഴ്സാണ്. സ്കൂൾ തുറന്ന് 2 മാസം കഴിയാണ്. പല സ്കൂളിലും ക്ലാസ് എടുക്കാൻ ആളില്ല. എന്നിട്ട് പോലും നിങ്ങളുടെ കണ്ണ് തുറക്കുന്നില്ല. നിങ്ങൾ ആരെ പറ്റിക്കാനാണ് ഈ കളി നടത്തുന്നത്? പറയൂ, ജനങ്ങൾക്ക് അറിയണം. ഇപ്പോഴാ ശബരിമലയിൽ ഇത്രയധികം കൊള്ളകൾ നടന്ന് ആ കൊള്ളയ്ക്ക് പാരടികാനെ ഉണ്ടാക്കി ഡൽഹി മുതൽ കേരളം മുഴുവൻ ഡാൻസ് ആടി നടന്ന MLAമാരും MP മാരുമായ നിങ്ങൾ അതേ ശബരിമലയിൽ, ആ ശബരിമലയിലെ ഏറ്റവും പ്രാധാന്യമുള്ള നെയ്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊള്ളയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ഭരിക്കുമ്പോൾ. ഉത്തരമുണ്ടോ നിങ്ങൾക്ക്? നെയ്ത്തേങ്ങയിൽ നിറച്ചു വരുന്ന മൃഗക്കൊഴുപ്പ് നിർത്തിക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? ഭഗവാൻ നിങ്ങളെ കടാക്ഷിക്കും, അയ്യപ്പ ഭഗവാൻ നിങ്ങളെ കടാക്ഷിക്കും. അല്ലാതെ സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നൊന്നും പറഞ്ഞാൽ അയ്യപ്പസ്വാമി കടാക്ഷിക്കില്ല. അയ്യപ്പസ്വാമിയുടെ ശിരസിൽ ഒഴിക്കുന്ന അഭിഷേക നെയ്യ് മികക്കൊഴുപ്പാണ്. ഇത് 10-20 കൊല്ലം മുന്നേ അവിടുത്തെ മേൽശാന്തിയും തന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. ആരും അത് ഗൗനിച്ചില്ല, ആരും അത് പരിഗണിച്ചില്ല. എന്നു മാത്രമല്ല, ഇപ്പോൾ ആ നെയ്യിൽ പോലും മൃഗക്കൊഴുപ്പ് കലർത്തി അവിടെ കൊണ്ടുകൊടുത്തിരിക്കുന്നു. അത് നിങ്ങൾ ഭരിക്കുമ്പോൾ. ഉത്തരം പറയണം. ഇപ്പോഴതാ അങ്കണവാടിയിൽ നിങ്ങൾ കൈയിട്ട് മാന്തിയിരിക്കുന്നു. ഉത്തരം പറയണം. 2 മാസമേ ആയിട്ടുള്ളൂ. 10,400 കോടി രൂപ കടമെടുത്തിരിക്കുന്നു. ഉത്തരം പറയണം. എന്തിനാണ്? ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ എന്തെങ്കിലും പദ്ധതിക്ക് വേണ്ടിയിട്ടാണോ?
ഇതിനൊക്കെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ പണ്ട് പിണറായി വിജയൻ പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ നിങ്ങളുമായി തീരുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. ജനങ്ങൾ പ്രതികരിക്കും വരും ദിവസങ്ങളിൽ, ഒരു സംശയവും വേണ്ട.